സ്റ്റോറി പോകുന്ന പോക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഈ സിനിമ കാണാൻ വേണ്ടിട്ട് നോമ്പ് നോക്കിയിട്ട് വന്നതൊക്കെ പറഞ്ഞിട്ട് അത് എന്താണ് സിനിമ കണ്ടിട്ട് മനസ്സിലായോ? അല്ല, അത് ശരിക്കും ഫേക്ക് പോസ്റ്റർ ആയിരുന്നു. അത് ഞാനും കണ്ടിരുന്നു. അത് ഇതിനകത്ത് നായകൻ ഋഷഭ് ഷെട്ടി തന്നെ പറഞ്ഞിരുന്ന ഒരു ഫേക്ക് പോസ്റ്ററാണ്. അത് അങ്ങനെ ഒഫീഷ്യലി ഇറക്കിയതല്ല. അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ജസ്റ്റ് ഫേക്ക് പോസ്റ്ററാണ്. ജയറാമേട്ടൻ ഇതിനകത്ത് അടിപൊളിയായിരുന്നു. കാരണം ഇപ്പൊ പുള്ളി ഇപ്പൊ അന്യഭാഷ പോകുമ്പോൾ ഒരു കോമാളി റോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കളിയാക്കാറുണ്ട് പല സിനിമയിലും. പക്ഷെ ഇതിനകത്തൊരു നല്ല റോള് കിട്ടിയെന്ന് പറയാം. കാരണം ആദ്യ അവസാനം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രീൻ പേസ് ഉള്ള ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു പുള്ളിയുടെ. ഇത് നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വന്നു പുള്ളിയുടെ പെർഫോമൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കാന്താര വണ്ണിന്റെ ഒരു പിന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞിട്ട് കാന്താര 2 വരുന്നു എന്ന് പറയുമ്പോൾ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ പാടാണ്. അത് അദ്ദേഹം അതിഗംഭീരമായിട്ട്, അത് എഴുത്തിലാണെങ്കിലും എല്ലാത്തിലും അത് ഗംഭീരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മൾ അജനീഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടന്റെ ആ ഒരു എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിരുന്നു ജയറാമേട്ടന്റെ. അത് മലയാളത്തിൽ നിന്നുള്ള ഒരു നടനെ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. മൊത്തത്തില് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ് കാന്താര. അതായത് ജയറാമേട്ടനെ അതിഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളത്തിൽ നിന്ന് സാധാരണ വേറെ അന്യഭാഷയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ നടന്മാരെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാറില്ല. നമുക്കത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇത് അതിന്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് നമ്മുടെ ഒരു നടന്റെ കാലിബർ പരമാവധി യൂസ് ചെയ്ത ഒരു സിനിമയാണ്. ജയറാമേട്ടൻ ഒരു ഗംഭീരമായ റോളാണ്. റോളിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ മലയാള സിനിമയിൽ പോലും കാണാത്ത ചില മാറ്റങ്ങളും പരിപാടികളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിനകത്ത് നിറഞ്ഞ കയ്യടിയായിരുന്നു. നമ്മൾ ഒന്നാമത് ഇവിടെ വെച്ച് കാണുന്നതുകൊണ്ട് തന്നെ ഗംഭീരമായ വേഷം പറിച്ച അഭിനയിച്ച എല്ലാവരും അടിപൊളി. ടെക്നിക്കൽ സൈഡ് എല്ലാം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടമാണ് കാന്താര. ഒരു രക്ഷയില്ല, അടിപൊളി മൂവിയാണ്. ഋഷഭ് ഷെട്ടി തകർത്തു എന്ന് തന്നെ പറയാം. തൂത്തുവാരി 2025 മൊത്തം തൂത്തുവാരി. ഈ ഫാസ്റ്റസ്റ്റ് 1000 CR ഒരു 6 ദിവസത്തിനുള്ളിൽ ഓക്കെയാണ്. അത്രയും പൊളി, ഒരു രക്ഷയില്ല. അവസാനം ഒരു 30 മിനിറ്റ് നമ്മളെ ഈ ഒരു വേറൊരു മായാലോകത്തേക്ക് കൊണ്ടുപോകണം. ഒരു രക്ഷയില്ല. എന്തൊരു പെർഫോമൻസാ പുള്ളിയുടെ. പിന്നെ എന്തൊരു ഡയറക്ഷനും പെർഫോമൻസും രണ്ടും കൂടെ ചെയ്യുന്ന വേറെ ലെവൽ. ഈ ദേശീയ അവാർഡ് കൊടുത്തിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പെർഫോമൻസ് കണ്ടാലേ ആർക്കും ഒന്നും പറയാനില്ല. ആ പുള്ളി പെർഫോമൻസ് കൊണ്ട് നേടിയെടുത്ത ഇതിലെ മേക്കിംഗ്. ജയറാമേട്ടൻ കുഴപ്പമില്ല, നല്ല ക്യാരക്ടർ റോളാണ്. പുള്ളിയുടെ നല്ല ക്യാരക്ടറാണ്, നല്ല റോളാണ്, കുഴപ്പമില്ല. പക്ഷെ അതിൽ നായികയെല്ലാം നല്ലതാണ്, നല്ല റോളാണ് പുള്ളി. പക്ഷെ ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ എല്ലാവരും നമുക്ക് ആ ഒരാളെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരാളുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൽ. ഇന്റർവെല്ലിന് ശേഷം പടം കത്തി കയറി വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. ജയറാം നന്നായി മാറി. വേറൊരു ലെവലിലേക്ക് മാറി ജയറാം. ഏതാ? അത് നല്ലതായിരുന്നു കേട്ടോ. ഗുളികൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവുന്ന വിധത്തിലൊക്കെ പോകുന്നു. മിത്ത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. നല്ലതാണ്, കണ്ടിരിക്കാം.